ഫോറിനോട്ടോൺ ഏതാ? ആ കണ്ണ. അത് രവിയാണെന്ന് തോന്നുന്നു. നീ ആ ബാത്റൂമിൽ കയറി ഒളിച്ചത്. ഞാൻ മുട്ടുമ്പോ തുറന്നാ മതി. എടാ നാറി, എടാ പരനാറി, നീ ഇത്തവണ എവിടെയായിരുന്നു? എടാ എരപ്പേ, ഞാനിവിടെ വന്നപ്പോഴേ നിന്നെ വിളിച്ചതാ. അപ്പൊ നിന്റെ ഭാര്യ പറഞ്ഞു നീ മറ്റവിടെ കോപ്പി പോയിരിക്കുക. എന്നിട്ട് നിന്റെ ഭാര്യയോട് വിവരങ്ങളെല്ലാം പറഞ്ഞു. എടാ നീ അന്ന് എന്തും പറഞ്ഞാ പോയത്? എന്നിട്ട് നീ ഇപ്പോഴല്ലേ ഇങ്ങോട്ട് എഴുന്നള്ളുന്നത്? എന്റെ അളിയ, എനിക്ക് വരാൻ പറ്റണ്ടേ? ഞാനിപ്പോ ഭയങ്കര ബിസിയല്ലേ. ഓ, നിന്റെ മറ്റടുത്തൊരു ബിസി. ഒന്ന് പോയാ വാ 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 വാ, നമുക്ക് ആരംഭമായിട്ട് ഒരു സ്മോൾ തുടങ്ങിക്കളയാം. വേണ്ട, ഞാനിതൊക്കെ നിർത്തി. ഒന്ന് പോ അളിയാ അവിടുന്ന്. അല്ലല്ലേ, ഞാൻ നിർത്തിയെന്ന്. എന്തോ ഒന്നുകൂടെ പറ. ഇത് സ്കോച്ച് വിസ്കിയാ, നിന്റെ പഴയ വട്ടയല്ല. ഇല്ലല്ലേ, കല്യാണത്തിന് ശേഷം ഞാൻ കംപ്ലീറ്റ് നിർത്തി. ഓ, അപ്പൊ അടിമയാണല്ലേ? അടിമ. ഇതാണ് പെണ്ണ് കെട്ടിയാൽ കണ്ണ് കെട്ടി എന്ന് പറയുന്നത്. പിന്നെ ഭാര്യമാരുടെ അണ്ടർ കസ്റ്റഡിയിലായി. ഇവിടെ കുറെ കഞ്ഞി ഭർത്താക്കന്മാർ ഇറങ്ങിയിട്ടുണ്ട്. പെണ്ണിനെ നോക്കൂല, മദ്യം തൊടൂല, പാലും മോരും വെള്ളവേ കഴിക്കൂ. എടാ നാറി, നീയൊക്കെ എന്നെ കണ്ട് പഠിക്കേ. ഞാൻ കല്യാണം കഴിച്ചെന്ന് കരുതി ഒന്നിനും ഒരു സെൽഫ് റെഗുലേഷനും ഇല്ല. എന്റെ ആക്ടിവിറ്റീസ് ഒക്കെ അങ്ങനെ മുറ പോലെ നടക്കും. ഈ പെണ്ണിന്റെ വാക്കും കേട്ടോണ്ട് നീയൊക്കെ എന്തിനാടാ ഇങ്ങനെ കെട്ടിത്തൂക്കിയിട്ടുണ്ട് നടക്കുന്നത്? നിനക്കത് അറിയാൻ പാടില്ല. എന്റെ സകല ഫ്ലാഷ് ബാക്കും അറിഞ്ഞിരുന്നുകൊണ്ട് എന്നെ കല്യാണം കഴിച്ച അവളെ ഞാൻ പൂവിട്ട് പൂജിക്കണം. ആ, നീ അങ്ങനെ വേറെ പലതും ഇട്ട് പൂജിക്കും. നിന്റെ കാര്യം പോക്കാണെന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഒന്ന് നിർത്തടാ. പിന്നെ എന്തൊക്കെയുണ്ടല്ലേ വിശേഷം? പഴയ പാർട്ടീസിനെ കാണാറുണ്ടോ? ആ, അത് പറഞ്ഞപ്പോഴാ നമ്മുടെ സുമതി ഇല്ലേ? ഏത് സുമതി? കഥകളി സുമതി. അവളിപ്പോ ആരാന്നാ നിന്റെ വിചാരം? അവളിപ്പോ എയർ ഹോസ്റ്റസാ. ഞാൻ ഇത്തവണ ഫ്ലൈറ്റിൽ വരുമ്പോ എക്സ്ക്യൂസ് മീ സർ, വെജിറ്റേറിയനോ നോൺ വെജിറ്റേറിയൻ തല ഉയർത്തി നോക്കുമ്പോ നമ്മുടെ പഴയ സുമതി ആ ശൃംഗാരവുമായി എന്റെ അടുത്ത് നിൽക്കും. ഞാൻ ആകെ കമ്മിപ്പോയി. കൂടെ വൈഫ് ഹൗസ്. ഞാൻ എന്തോ ചെയ്യാനാ? എന്നിട്ട് നീ വൈഫിനോടൊന്ന് പറഞ്ഞു? എന്ത് പറയാനാ, എന്റെ കൂടെ പഠിച്ചവളാണെന്ന് പറഞ്ഞു. ലവളാണെങ്കിൽ മാറിയെന്നൊരു റോങ് ലുക്കും. വൈഫാണെന്ന് പറഞ്ഞിട്ടും ലവക്കൊരു സംശയം. എടാ അറിയാ, നിനക്ക് ഓർമ്മയുണ്ടോ നമ്മളന്ന് ഹോസ്റ്റലിൽ നിന്ന് ചാടിയത്? ആ വാച്ച്മാൻ ഇടങ്ങാനും കാണും. വാ വാ. ഞങ്ങളാ കമലാക്ഷിയും മീനാക്ഷിയും. നിങ്ങൾ എവിടെ പോയിട്ട് വരുന്നു? ആമീനയുടെ മുറിയിൽ. ആ, വേഗം പോ. രാത്രി ഇങ്ങനെ ഇറങ്ങി നടക്കുന്ന മേട്ടം കാണണ്ട. ആ, വേഗം നടക്കടി. പാടും
പാടെ മറന്നൊന്നും ചെയ്തു കൂടാ. പാടില്ല പാടില്ല നമ്മെ നമ്മൾ പാടെ മറന്നൊന്നും ചെയ്തു കൂടാ. സുമതി, അയ്യോ, ആ കുരങ്ങ് വന്നു. സുമതി, സുമതി, കഥ തുറക്കാൻ. സുമതി, കഥ തുറക്കാൻ. സുമതി, സുമതി, കഥ തുറക്കാനാ പറഞ്ഞേ. സുമതി, കഥ തുറക്കാൻ. സുമതി, സുമതി, ആരാടി ഇതിനകത്തുണ്ടായിരുന്നേ? ആരുമില്ലേ മേറ്റൻ? ആരുമില്ലേ? അയ്യോ, ഓടിക്കോ, ഓടിക്കോ, ഓടിക്കോ. ഓട്, 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 ഓട്. അന്നത്തെ നമ്മുടെ ഓട്ടം ഞാൻ പലപ്പോഴും ഓർത്ത് ചിരിക്കാറുണ്ട്. അന്ന് അവളെ അവിടുന്ന് പുറത്താക്കിയത്. ഏതായാലും കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. ഇനിയെങ്കിലും നിനക്ക് നിർത്തിക്കൂടെ? എന്ത് നിർത്താൻ? നിനക്കറിയാമോ, ഇപ്പൊ എന്റെ വൈഫ് എന്റെ കൂടെ വന്നിട്ടുണ്ട്. എന്നിട്ടേ അങ്ങോട്ടൊന്നും നോക്കണ്ട. അവളെ അടുത്ത ഹോട്ടലിൽ താമസിപ്പിച്ചിരിക്കുകയാണ്. ഇതിന്റെ പ്രൈവറ്റ് റൂം. ഇവിടെയാണ് എല്ലാവിധ രാസലീലകളും. എന്റെ ഒരു ക്ലോസ് ഫ്രണ്ട് ഈ ഹോട്ടലിൽ താമസിക്കുന്നുണ്ടെന്നും അവനെ കാണാനാണെന്ന് കള്ളം പറഞ്ഞിട്ടാണ് അടിയൻ ഈ മുറി എടുത്തിരിക്കുന്നത്. എടാ, നിന്നെ ഒന്നും പറഞ്ഞിട്ടൊരു കാര്യമില്ല. നീ ഒന്നും നന്നാകില്ല. ഒന്ന് പോണാ അവിടുന്ന്. ഇതിനൊക്കെ കുറച്ച് ഗട്സ് വേണം. അല്ലാതെ നിന്നെ പോലെ. എന്നാൽ ഇതൊന്നും ശരിയല്ലടാ. ഭാര്യയെ കൊണ്ടുവന്ന് വേറെ ഹോട്ടലിൽ താമസിപ്പിച്ചിട്ട് നീ ഇവിടെ. ഓ പിന്നെ, ഒരു പുണ്യാളം വന്നിരിക്കുന്നു. അവനൊരു ലേഡി ഡോക്ടറെ കെട്ടി. അവള് നിന്നെ എടുത്ത് താറുകൊടുത്തിരിക്കുന്നോണ്ടല്ലേ നിനക്ക് കിടന്ന് വിലസാൻ പറ്റാത്തത്. എടാ, കല്യാണം കഴിഞ്ഞിട്ടും കുടുംബം, ബന്ധം, സ്നേഹം എന്നതിനെ കുറിച്ചൊക്കെ നിനക്ക് മനസ്സിലാകാത്ത അത്ഭുതം. എന്റെ വൈഫുണ്ടല്ലോ, എന്റെ ദൈവമാണ്. കല്യാണം കഴിഞ്ഞ അന്ന് രാത്രി ഞാൻ അവളോട് സത്യം ചെയ്തു. ഞാൻ ഇതുവരെ അതിൽ നിന്ന് മാറിയിട്ടില്ല, ഇങ്ങോട്ട് മാറുകയില്ല. അതിന് വാഭാഗത്തിന് കുറവുണ്ടാകും നോക്കിയാ പോരെ. നിന്നെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ലടാ. നീ ഒന്നും ഒരു കാലത്തും നന്നാവൂല. ആ, നീ എന്നാ വൈഫിനെ കൂട്ടി വീട്ടിലേക്ക് വരുന്നേ? അതിന് സമയമില്ല അളിയാ. സമയം 3 മണിയായി. 5:30 മണിക്ക് എയർപോർട്ടിൽ എത്തണം. അടുത്ത പ്രാവശ്യം വരുമ്പോ എന്റെ മോൾക്ക് ഒരു ഇലക്ട്രിക് പാവ കൊണ്ടുവരണം. നിന്റെ മോക്ക് ഇലക്ട്രിക് പാവയല്ല, ഒറിജിനൽ പാവം തന്നെ കൊണ്ടുവന്നളയാ. 1 മിനിറ്റ്. ഹലോ. ആ, തുളസിയോ? എന്താ തുളസി? ഇപ്പൊ വരാന്ന് പറഞ്ഞു പോയിട്ട് എത്ര നേരമായി ഗോപിട്ടാ? ഞാനിപ്പോ വരാൻ തുളസി. ഫ്രണ്ടുമായി സംസാരിച്ച് തുടങ്ങിയതേ ഉള്ളൂ. എനിക്ക് ഒറ്റയ്ക്കിരിക്കാൻ പേടിയൊന്നു. എന്തിനാ ഹോട്ടലിൽ മുറി വയ്ക്കാൻ പേടിക്കുന്നത്? ഒന്നും പറയണ്ട. ഗോപിട്ടൻ ഇങ്ങോട്ട് വന്നില്ലെങ്കിൽ ഞാനിപ്പോ അങ്ങോട്ട് വരും. വേണ്ട വേണ്ട, ഞാൻ അങ്ങോട്ട് വരാം. അല്ലേ, ഞാനിപ്പോ വരാം. ഞാനോ ഒറ്റക്കിരിക്കുന്നത്? ഇപ്പൊ വരാം. 5 മിനിറ്റ്. 5 മിനിറ്റ്. വരാം. നിനക്ക് എന്താ കുടിയാൻ വേണ്ടത്? എന്തെങ്കിലും മതി. സാറിന് നല്ലൊരു ജ്യൂസ് കൊടുത്തേ. ശരി ശരി. എന്താ മോളെ ഇത്? പേടിച്ചു പോയത്? എന്താ ഗോപിട്ട ഇങ്ങനെ? എത്ര നാൾ കൂടി കണ്ടതാണ് അവനെ. അവനോട് ശരിക്കൊന്ന് സംസാരിക്കാൻ കൂടെ കഴിഞ്ഞില്ലേ. നീ ഇങ്ങനെ കൊച്ചു കുട്ടികളെ പോലെ തുടങ്ങിയല്ലേ. പിന്നെ ഗോപിട്ടൻ എങ്ങനെ പറയാം? ആ, ഇതാണ് ഈ പട്ടിക്കാട്ടി കിടന്നാലുള്ള കുഴപ്പം. നമുക്കൊന്ന് പുറത്തു പോയിട്ട് വരാം ഗോപിട്ട. എനിക്ക് 1-2 സാധനങ്ങൾ വാങ്ങാനുണ്ട്. എന്തെങ്കിലും വാങ്ങാനുണ്ടെങ്കിൽ അവിടെ പോയിട്ട് വാങ്ങിയ പോരെ മോളെ. ഒന്ന് പോയിട്ട് ഉടനെ വരാന്നേ. ഒന്നാമത്തെ വാശി തന്നല്ലോ. നിന്റെ എന്തെങ്കിലും ആഗ്രഹത്തിന് ഞാൻ തടസ്സം തന്നിട്ടുണ്ടോ? റെഡിയാവും. ഞാൻ ഇന്ന് ഡ്രസ് മാറിയിട്ട് വരാം. ആ, ചെല്ല് ചെല്ല് ചെല്ല്. ഹലോ, ഓട്ടോ ഷാലിമാർ നോട്. ഹലോ, ഞാനാടാ ഗോപി. നീ അവിടെ എന്തെടുക്കുക? ഒന്ന് വേഗമാ, എനിക്ക് പോണം. എന്റെ ഭാര്യ എന്നെ ഇപ്പൊ അങ്ങോട്ട് വിടുമെന്ന് തോന്നുന്നില്ല. ഞാൻ പോരുമ്പോ ഒരു കാര്യം പറയാൻ മറന്നുപോയി. ആ ബാത്റൂമിൽ ഞാനൊരു ലൈനിനെ അഡ്ജസ്റ്റ് ചെയ്ത് നിർത്തിയിട്ടുണ്ട്. നീ ശരിക്കും ആഘോഷിച്ചിട്ട് വിട്ടാൽ മതി. റൂമിലൊക്കെ ഞാൻ പേ ചെയ്തിട്ടുണ്ട്. ഞാൻ പോയി വന്നിട്ട് നിന്നെ വിളിക്കാം. നീ എന്തായി പറയുന്നേ? നിനക്കൊരു സർപ്രൈസ് ആകട്ടെ എന്ന് കരുതിയാ ഞാൻ ആദ്യം പറയാതിരുന്നത്. ചുമ്മാ ഒരു രസമല്ലേടാ. ആളെങ്ങനെ ഉണ്ടെന്ന് നോക്ക്. നീ എന്ത് വൃത്തികളായി കാണിച്ചത്? എനിക്ക് അവനും സൗകര്യമില്ല. നിനക്ക് എന്താണോ ചെയ്തോ, ഞാൻ പോവാ. നിങ്ങളുടെ പേരെന്താ? രവി.
ഇവൾ നിങ്ങളുടെ ആരാ? ഭാര്യയാണോ? അല്ല അവളെ ഇവിടെ പിടിച്ചിറക്കാം. സാർ, ഞാനല്ല ഈ പെണ്ണെ ഇവിടെ കൊണ്ടുവന്നത്. ഞാൻ എന്റെ സ്നേഹിതനെ കാണാൻ വേണ്ടി. സംഭവം എല്ലാം കഴിഞ്ഞിട്ട് രക്ഷപ്പെടാൻ നോക്കുകയാണോ? അല്ല സാർ, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. നടക്കടി. എന്താ നിന്റെ പേര്? രാധ. സാറ് ഇവളുടെ പേര് ജയശ്രീ എന്നാ. ഇവിടുത്തെ സ്ഥിരം പുള്ളിയാ. ഓഹോ. നടക്ക. സാർ, ഞാൻ പറയുന്നൊന്ന് കേൾക്കൂ സാർ. വേണ്ട വേണ്ട, ഒന്നും കേൾക്കണ്ട. എല്ലാ സ്റ്റേഷനിൽ ചെന്നിട്ട് സംസാരിക്കാം. നടക്കണം. ഹലോ, ആ 5 to 7 ആണ് പറഞ്ഞേ. ആ ഹലോ, അതെ, ഞാൻ ഗോപാല സംസാരിക്കുന്നത്. പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. അയ്യോ ചേട്ടാ, ഈ വിവരം ഞാൻ എങ്ങനെ ഡോക്ടറോട് പറയുന്നത്? നടക്കണം അങ്ങോട്ട്. നിന്നെ ഈ മുറിയിൽ ആരുമില്ലേ? ഇല്ല. എല്ലാ മുറികളും സെർച്ച് ചെയ്ത് കഴിഞ്ഞല്ലോ? കഴിഞ്ഞു സാർ. എല്ലാത്തിനും പിടിച്ച് വണ്ടി കയറ്റം. നടക്ക. നടക്കാൻ. സാർ, ഞാൻ നിരപരാധിയാണ് സാർ. ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല സാർ. താൻ നേരത്തെ ആലോചിക്കണമായിരുന്നു. ഞാനൊരു സ്നേഹിതനെ കാണാൻ വേണ്ടി വന്നതാണ്. കൂടുതലൊന്നും പറയണ്ട. 302 ഒരു ജീപ്പി കയറ്റം. നടക്കണം. ആ, ജീപ്പിലോട്ട് ഇറക്കി. എല്ലാത്തിനെയും പിടിച്ചാതറ. കേട്ടോ? സാർ, ഞാൻ നിരപരാധിയാണ് സാർ. ഞാനൊരു സ്നേഹിതനെ കാണാൻ വേണ്ടിയാണ് ഹോട്ടലിൽ വന്നത്. സാറിന് വിശ്വാസമല്ലേ ഈ പെൺകുട്ടിയെ ചോദിച്ചോ? വേണ്ട വേണ്ട, ഇനി ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങളെ പോലെ തന്നെയാണ് ഇവരെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് വലിയ പ്രത്യേകതയൊന്നുമില്ല. സാർ, എന്റെ വീട്ടിൽ ഷാടാ. നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നാളെ കോടതി പറഞ്ഞാൽ മതി. തങ്കമ്പിള്ളേ, നടക്കണേ അവിടെ.